നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക പ്രസ്ഥാനമായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗത്തിന് കണ്ണൂർ ആതിഥ്യമരുളുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂൺ മാസം 28, 29, 30 തീയതികളിലായി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ചാണ് കിസാൻ സഭയുടെ കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗം നടക്കുന്നത്. പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും. സമാപനം 30-ാം തീയതി വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ദാവ്ളെ, ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലെ എംപിയായ അമ്ര റാം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും. ഉൽപാദന ചെലവും അതിൻ്റെ നേർപകുതി സർക്കാരും നൽകി വിളകൾ സംഭരിക്കുന്നതാണ് MSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഗവൺമെൻറ് പിന്നീട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇതുൾപ്പെടെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള 10 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയപ്പോൾ കൃഷിക്കാരുടെ ചെറിയ വായ്പകൾ എഴുതിത്തള്ളണം എന്ന ആവശ്യത്തെ ഇന്നേവരെ അംഗീകരിക്കാൻ സന്നദ്ധമായിട്ടില്ല. വിളകളെല്ലാം സംഭരിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറക്കാൻ സഹായകരമാകുന്നതിനും ഉള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ച കാര്യം ഇന്ത്യ ഗവൺമെൻറ് പരിഗണിക്കാതെ നിഷേധ നിലപാട് തുടരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന കാലത്ത് വിപുലമായ കർഷക പ്രക്ഷോഭം സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സെൻട്രൽ കിസാൻ കൗൺസിൽ യോഗം ഇവിടെ ചേരുന്നത്. CKC യോഗത്തിന്റെ സമാപനം 30-ാം തീയതി വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കും. യോഗത്തിന് ആതിഥ്യമരുളാൻ EP ജയരാജൻ ചെയർമാനും M പ്രകാശൻ മാസ്റ്റർ കൺവീനറുമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. കാർഷിക രംഗം അതിസങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നരേന്ദ്രമോദി ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കർഷക വിരുദ്ധ കുത്തകാനുകൂല നയങ്ങൾ ഇന്ത്യയിലെ കൃഷിക്കാരെ കുത്തുപാളിയെടുപ്പിക്കുകയാണ്. ഈയൊരു പശ്ചാത്തലത്തിലാണ് CKC യോഗം നടക്കുന്നത്. സെക്രട്ടറി പനോളി വത്സൻ, M പ്രകാശൻ മാസ്റ്റർ, P ഗോവിന്ദൻ, P പ്രശാന്തൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.